കാലങ്ങൾ എത്ര വേഗം നല്ല കടന്നു പോകുന്നത്. ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളും ഒക്കെ കണ്ണടച്ച് തുറക്കുന്ന പോലെ കടന്നു പോകുന്നത്. ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട് അച്ഛൻ്റെ കൈയും പിടിച്ച് അംഗനവാടി പോയതും. അംഗനവാടി പോകാൻ തന്നെ അച്ചായി ഉപയോഗിക്കുന്ന ഒരു ട്രിക്കായിരുന്നു. കുട്ടപ്പച്ചേൻ്റെ കടയിലെ ദോശ മേടിച്ചിരാന്ന്. ആ ദോശയും കഴിച്ച് അംഗനവാടി കയറിയിരുന്നാലും ഞാൻ പറയും എനിക്ക് എൻ്റെ അച്ചാരുടെ കൂടെ പോണേന്ന് പറഞ്ഞ് ഞാൻ കരയുമായിരുന്നേ. അപ്പോൾ ടീച്ചർ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് വിഷയമൊക്കെ മാറ്റി നമ്മളെ പിടിച്ചിരുത്താൻ നോക്കും. പക്ഷെ നമ്മൾ പിന്നെയും കരയും. അതൊക്കെ ഇന്നലെ കഴിഞ്ഞ പോലെ തോന്നുന്നു കേട്ടോ. സത്യം പറഞ്ഞ ചെറുപ്പത്തിൽ വീടിന് പുറത്ത് ആദ്യമായിട്ട് ഒരു അമ്മയുടെ കരുതലും വാത്സല്യവും ഒക്കെ കിട്ടിയത് അംഗനവാടി പോയപ്പോഴാണ്. അങ്ങനെയുള്ള എൻ്റെ അംഗനവാടി ടീച്ചർ ഇന്ന് റിട്ടയർ ആവുകയാണ്. നീണ്ട 36 വർഷങ്ങളുടെ സർവീസിന് ശേഷം ടീച്ചർ റിട്ടയർ ആവും. അപ്പൊ ഞങ്ങൾ മൂന്നുപേരും കൂടെ ഇന്ന് നേരെ ടീച്ചറുടെ റിട്ടയർമെന്റ് ഫംഗ്ഷന് പോകുന്ന പോക്കാണ്. കോട്ടെടുക്കുന്ന അമ്മ കുറെ പറഞ്ഞതാ. തൊട്ടടുത്തായതുകൊണ്ട് കോട്ടെടുക്കണ്ട, ഇതിന്റെ കോൺഫിഡൻസ് അല്ല എന്റെ അഹങ്കാരമാണെന്നും പറഞ്ഞ് ഞാൻ ഇറങ്ങിയതാ. എന്തായാലും ഇറങ്ങി ഒരു 10 മീറ്റർ ഓടിയപ്പോഴേ മഴ പെയ്തു. പിന്നെ വഴിയരികിൽ ഒരു വീടിന്റെ കവാടത്തിൽ കയറി നിന്നേ. കുറച്ചേരം നിന്നപ്പോഴത്തേക്കിനും ബിജുചേട്ടൻ വന്നു. ബിജുചേട്ടനും പരിപാടി പങ്കെടുക്കാൻ പോകുമായിരുന്നു. പിന്നെ അമ്മൂനെ ആയുവിനെ ബിജുചേട്ടന്റെ വണ്ടിയെ കയറ്റിവിട്ടൊരു ബിജുചേട്ടന്റെ വണ്ടിനെ ഫോളോ ചെയ്ത് ഞാനും നേരെ പോയി. ഇവിടെ എത്തിയപ്പോഴേക്കും ലേറ്റ് ആവുമെന്നാണ് വിചാരിച്ചത്. പക്ഷെ ലേറ്റ് ആയിട്ടില്ല കേട്ടോ. എല്ലാവരും വരുന്നതേ ഉള്ളൂ. കാരണം മഴയൊക്കെ ആയിരുന്നല്ലോ. അതുകൊണ്ട് നടന്നു വരുന്നവരും വണ്ടിക്ക് വരുന്നവരും ഒക്കെ മഴയുടെ തോർച്ചയും കാര്യങ്ങളും ഒക്കെ നോക്കിയിട്ടാണ് വന്നത്. പഠിച്ച് എല്ലാവർക്കും ഒന്നും എത്തിപ്പെടാൻ സാധിച്ചിട്ടില്ല കേട്ടോ. കുറെ പേരൊക്കെ വിദേശത്തൊക്കെ ജോലി ചെയ്യുന്നവരുണ്ട്. ഞങ്ങളെ വിട്ടുപിരിഞ്ഞ് 1-2 ഫ്രണ്ട്സൊക്കെ ഉണ്ട്. കുറെ വർഷങ്ങൾ കൂടി ഫ്രണ്ട്സിനെയൊക്കെ കണ്ടപ്പം പഴയ ഓരോ കഥകളൊക്കെ പറഞ്ഞ് ആറ്റിച്ചാടിയതും ക്രിക്കറ്റ് കളിച്ചതും മാങ്ങ എറിഞ്ഞ കഥയും അങ്ങനെ ഓരോരോ കഥയൊക്കെ പറഞ്ഞ് ചിരിച്ചും കളിച്ച് സമയം പോയത് അറിഞ്ഞില്ല കേട്ടോ. ആ ഒരു മണിക്കൂർ ശരിക്കും പറഞ്ഞാൽ ചെറുപ്പകാലത്തോട്ടൊന്ന് പോയിട്ട് വന്ന് അതേ ഫീൽ കിട്ടി കേട്ടോ. മനസ്സിനൊക്കെ ഭയങ്കര റിഫ്രഷ്മെന്റ് തോന്നി. ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഒരു ഗ്യാതറിങ്. എന്തായാലും ഒരുപാട് ഹാപ്പി. ഇതിന് സ്പെഷ്യലായിട്ട് താങ്ക്സ് പറയേണ്ടത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സുനിലേട്ടനോടും സുമിത്തേട്ടനോടും ജോമാഷിനോടൊക്കെയാണ്. ഇവരൊക്കെ കേട്ടോ ഇത് കോർഡിനേറ്റ് ചെയ്തത്. വലിയ പ്ലാനിംഗ് ഒന്നും ചെയ്ത പരിപാടിയല്ല, പെട്ടെന്ന് തീരുമാനിച്ചാണ്. എന്തായാലും ശരിക്കും ഞങ്ങളുടെ നാട്ടിൽ എല്ലാവർക്കും തന്നെ ഒരു വീട്ടിൽ നിന്ന് ഒരാളെങ്കിലും എല്ലാവർക്കും ഒന്ന് ഗ്യാദർ ചെയ്യാനൊക്കെ പറ്റി കേട്ടോ. അതിന് ഒരുപാട് താങ്ക്സ് അവരോട് പറയുന്നുണ്ട്. പിന്നെ നമ്മുടെ ചെയർമാനെ വെയിറ്റ് ചെയ്താൽ നമ്മൾ നിന്നത് കേട്ടോ. നമ്മുടെ കുട്ടികളൊക്കെ പാട്ടൊക്കെ പാടി അങ്ങനെ ആ സമയമൊക്കെ സ്പെൻഡ് ചെയ്ത് പോയി. ചെയർമാൻ വന്നു. പിന്നെ പരിപാടിയിലേക്ക് കിടന്നു. പ്രത്യേകം ക്ഷണിച്ചിട്ട് വന്നതും വിശിഷ്ടാതിഥികളായിട്ട് വന്നവരും എല്ലാവരും മാറി മാറി പ്രസംഗിച്ചു. സ്വാഗതവും ആശംസയും അതിന്റെ ഓർഡർ ഒന്നും എനിക്കറിയത്തില്ല കേട്ടോ. അങ്ങനത്തെ പ്രസംഗങ്ങളും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. പിന്നെ ടീച്ചറിന് ഒരു ഉപഹാരം കൊടുക്കുന്നുണ്ടായിരുന്നു. അതും പിന്നെ ടീച്ചറിന് ഒരു പൊന്നാടയൊക്കെ അണിയിച്ചു. അങ്ങനെ ഒഫീഷ്യലായിട്ടുള്ള ആ പരിപാടി ചെയർമാൻ തന്നെ കൈകാര്യം ചെയ്തു കേട്ടോ. പിന്നെ ടീച്ചറിന്റെ പഴയ സ്റ്റുഡൻസും പുതിയ സ്റ്റുഡൻസും എല്ലാം കൂടെ പിരിവിട്ട് ടീച്ചറിന് ഒരു ചെറിയ ഫണ്ട് ഞങ്ങൾ കൊടുത്തത് ഞങ്ങളുടെ ഒരു സന്തോഷത്തിന്. ഈ നിൽക്കുന്ന പലരും ടീച്ചർ പഠിപ്പിച്ച ടീച്ചറുടെ സ്റ്റുഡൻസ് ആണ്. ഇതിൽ പലരുടെയും മക്കളെയും ടീച്ചർ പഠിപ്പിച്ചിട്ടുണ്ട്. അതാണ് ഇതിനകത്ത് കോയിൻസിഡൻസ്. എന്തായാലും ഒഫീഷ്യലായിട്ടുള്ള ചടങ്ങുകളെല്ലാം അവസാനിപ്പിച്ചതിന് ശേഷം ചെറിയൊരു പബ്സും ഒരു ചായയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നേരത്തെ എന്നൊക്കെ പറഞ്ഞാൽ ഇവിടെ ഓണാഘോഷവും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ അതൊന്നും ഇല്ല. അപ്പൊ ആ ടൈമിലെ ഒരു ഗാദറിംഗ് ഒക്കെ നമുക്ക് ഒരുപാട് മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ ഇന്ന് വന്നേക്കുന്ന ഭൂരിഭാഗം പേരും പേഴ്സണലായിട്ട് നല്ല അടുപ്പമുള്ളവരാണ്. ഓരോരുത്തരെ പറ്റിയും പറയാനാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. അതുകൊണ്ട് തന്നെ ആരെപ്പറ്റി എടുത്ത് പ്രത്യേകം പറയുന്നില്ല. എല്ലാരെയും കണ്ടതിൽ ഒരുപാട് സന്തോഷം. അങ്ങനെ നൊസ്റ്റുവിന്റെ ഒരു പാരമ്യത്തിൽ നിൽക്കുമ്പോൾ എന്റെ ഈ ഫ്രണ്ട് വന്നിട്ട് പറയുന്നത് ഞാൻ ഇവിടെയാണോ നേഴ്സറി പഠിച്ചത് ഞാൻ ഓർക്കുന്നില്ലടാ. അപ്പൊ ഞാനും കൺഫ്യൂഷൻ. ഈശ്വരന് ഞാനും ഇവിടെ അല്ലേ പഠിച്ച, ഫ്ലാറ്റ് മാറി കയറിയോ? പിന്നെ ഞങ്ങളതൊക്കെ ക്ലിയർ ചെയ്ത് കേട്ടോ. ഇവിടെ തന്നെ പഠിച്ചു. അതിനുശേഷം എല്ലാവരും ചായ കുടിച്ച ഗ്ലാസും പബ്സ് കഴിച്ച പ്ലേറ്റും ഒക്കെ ഞാനൊരു വേസ്റ്റ് ബാസ്ക്കറ്റ് കളക്ട് ചെയ്തേ. പിന്നെ നമ്മൾ പ്രകൃതിയിൽ നിന്ന് വന്ന് തിരിച്ച് പ്രകൃതിയിലേക്ക് തന്നെ പോകേണ്ടവരാണ്. അതിനിടയ്ക്ക് നമ്മൾ പ്രകൃതിനെ പരമാവധി മലിനമാക്കാതിരിക്കുക കേട്ടോ.